നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ, ഉദ്ധാരണം ചെയ്യാൻ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ നിയോഗിച്ചിട്ടുണ്ട്. പേര് സുനിൽ കനകോലു, ദേശം കർണാടകം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനും UDFനുമായി 100 സീറ്റുകൾ നേടി നൽകണം, അല്ലെങ്കിൽ 100 സീറ്റുകൾ സമ്പാദിച്ചു നൽകണം. അതിനുവേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനാണത്രേ സുനിൽ കനകോലുവിനെ ചുമതലപ്പെടുത്തി കേരളത്തിലേക്ക് അയച്ചത്. തെലങ്കാനയിലൊക്കെ കേരളത്തിലെ പോലെയല്ല കോൺഗ്രസിന് വൻ വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതിൻ്റെ കാരണം സാക്ഷാൽ സുനിൽ കനകോലു തന്നെയാണെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 2021 പരാജയത്തിന് ശേഷം കേരളത്തിലേക്ക് അയക്കുകയും ഇവിടെ കോൺഗ്രസിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനും അതുവഴി പാർട്ടിയെ മുന്നോട്ട് നടത്തി 100 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരാനുമുള്ള നീക്കങ്ങൾക്ക് ചടുലതയേറിയത്. എന്നാൽ ഇപ്പോൾ സുനിൽ കനകോലു പാരയായി മാറിയോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംശയം. മറ്റൊന്നും കണ്ടല്ല, ചില മണ്ഡലങ്ങളിൽ സുനിൽ കനകോലു മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ കണ്ടപ്പോൾ ഇവരൊന്നും അവിടെ നിന്നാൽ ജന്മത്ത് ജയിക്കില്ല എന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കറിയാം. അത്തരം ആളുകളെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വയ്ക്കുന്നത്. അതും ചെറുപ്പക്കാർ എന്നുള്ള പേരിൽ, യുവ ബ്രിഗേഡ് എന്നൊക്കെയുള്ള പേരിൽ ഊരും പേരുമില്ലാത്ത, അല്ലെങ്കിൽ കാര്യമായി ജനപിന്തുണയോ രാഷ്ട്രീയ പിന്തുണയോ ഇല്ലാത്ത ചില നേതാക്കളുടെ, യുവ നേതാക്കളുടെ പേരുകൾ സുനിൽ കനകോലു മുന്നോട്ട് വയ്ക്കുന്നതായാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്ത് ഡാറ്റ കയ്യിലുണ്ടായിട്ടാണ്, എന്ത് സർവേ നടത്തിയിട്ടാണ് ഇത്തരം ആളുകളുടെ പേരുകൾ സുനിൽ കനകോലു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയാൽ ആ സീറ്റ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം പറയുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ചിലരൊക്കെ സുനിൽ കനകോലുവിൻ്റെ ലീലാവിലാസങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് കണ്ടെത്തിയതത്രേ, സുനിൽ കനകോലുവിന് വ്യക്തിപരമായി താല്പര്യമുള്ള ചില ആളുകളെയൊക്കെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടത്രേ. ഇത് വലിയ എതിർപ്പാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത്. ജനപിന്തുണയുള്ള യുവ നേതാക്കളുടെ പേരുകളൊന്നും സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഇല്ലത്രേ. റിജിൽ മാക്കുറ്റി, നിയാസ് മുക്കോളി തുടങ്ങിയ യുവ നേതാക്കൾ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിൻ്റെ തല്ലൊക്കെ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും സമരപഥങ്ങളിൽ മുന്നേറിയ ഇവരുടെ പേരൊന്നും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ, സുനിൽ കനകോലുവിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചില്ലത്രേ. ഇതാണ് പലരെയും ചൊടിപ്പിച്ചത്. എന്നാൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മറ്റു ചിലരുടെ പേരുകൾ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇവരൊക്കെ ആരാണെന്നാണ് ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്, കോൺഗ്രസ് അണികൾ ചോദിക്കുന്നത്. അങ്ങനെ ഇവരെയൊക്കെ നിർത്തിയാൽ കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമാകുമെന്ന് പ്രാദേശിക നേതാക്കളും മറ്റു നേതാക്കളും പറയുമ്പോൾ സുനിൽ കനകോലു ആവട്ടെ, ഇവർ നിന്നാൽ ഉറപ്പായും ജയിക്കും, വലിയ ഭൂരിപക്ഷം നേടുമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിചയമില്ലാത്ത, ചിലവരെയൊക്കെ TV കണ്ടു മാത്രം പരിചയമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരെ കാണാതെ പോകുന്ന കനകോലു ഇത്തരം ആളുകളെ എങ്ങനെയാണ് കാണുന്നതെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇതിൽ പല കുണ്ടാമണ്ടികളും അടങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. സാമ്പത്തികം മുതൽ വ്യക്തിബന്ധം വരെ ഇത്തരം കാലങ്ങളിൽ അന്തർലീനമാണത്രേ. അതോടുകൂടി കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ കനകോലുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കനകോലു ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നതെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഏതായാലും കനകോലു കൊടുത്ത റിപ്പോർട്ടുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയി കഴിഞ്ഞാൽ 3ാം തവണയും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അടക്കം പറയുന്നത്. ഏതായാലും കനകോലുവിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ സ്വപ്നങ്ങളിലൂടെയായിരുന്നു, വലിയ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും ആയിരുന്നു. ഇപ്പോൾ കനകോലു തന്നെ കോൺഗ്രസിന് പണി തരുന്ന ലക്ഷണമാണ് കാണുന്നത്.